ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ് മുതൽ +2 വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു CBSE സ്കൂൾ പഠിച്ചാൽ എങ്ങനെയുണ്ടാവും. യെസ്, അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ്, അതർ എക്സാം അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോദയ സ്കൂൾസിനെ കുറിച്ചാണ്. അപ്പൊ ഈ നവോദയ സ്കൂൾസിൽ എങ്ങനെയാണ് നമുക്ക് എൻട്രി ലഭിക്കുക, അതുപോലെ തന്നെ അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ പാറ്റേൺ എന്താണ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ടും മറക്കണ്ട. ഓക്കെ, കമ്മിങ് ബാക്ക് to our video, PM Sri ജവഹർ നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ എന്താണ് ജവഹർ നവോദയ വിദ്യാലയം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നവോദയ സ്കൂൾസ് റൺ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നമ്മുടെ രാജ്യത്തിലെ വിവിധ ജില്ലകളിൽ ഏകദേശം 600ഓളം ജില്ലകളിലായിട്ട് നമ്മുടെ നവോദയ സ്കൂൾസുകൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും നവോദയ സ്കൂൾസ് കൃത്യമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നവോദയ എൻട്രൻസ് എക്സാമിലൂടെയാണ്. ഈ നവോദയ എൻട്രൻസ് എക്സാം നടത്തുന്നത് ക്ലാസ് 6ലേക്കാണ്. അതായത് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം 6ാം ക്ലാസ്സിലേക്കായിരിക്കും എൻട്രി ലഭിക്കുക. സോ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളാണ് നടക്കാറുള്ളത്. പിന്നെ പാരലലി 9ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +1 ക്ലാസ്സുകളിലും അഡ്മിഷൻസ് നടക്കാറുണ്ട്. ബട്ട് വാക്കന്റ് വരുന്ന സീറ്റുകളിലേക്ക് മാത്രമാണ് +1ലും 9ാം ക്ലാസ്സിലും അഡ്മിഷൻസ് നടക്കാറുള്ളത്. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അതിന് അവൈലബിൾ ആവുക. മോസ്റ്റ് പ്രോബബ്ലി 1-2 സീറ്റുകളൊക്കെയാണ് ഓരോ ജില്ലയിലും എന്താവാറുള്ളത്, ക്ലാസ് 9ലേക്കും ക്ലാസ് 11ലേക്കും വരാറുള്ളത്. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6ലേക്കുള്ള എൻട്രിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ആർക്കാണ് ഈ പറയുന്ന എക്സാം എഴുതാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിൽ ഒന്നാമതായിട്ട് ക്ലാസ് 5ൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്, ഇപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കാണ് 6ാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ സാധിക്കുക. ഓക്കെ, അതായത് ആ കുട്ടി 5ാം ക്ലാസ്സിൽ ഈ വർഷം പഠിക്കുകയും ഈ വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ 5ാം ക്ലാസ് പാസ് ആവുകയും കുട്ടിക്ക് ഡിസംബറിൽ നടക്കാൻ പോകുന്ന നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ 75% ഓഫ് ദ സീറ്റും റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. സോ ബേസിക്കലി നമ്മളൊരു റൂറൽ ഏരിയയിലുള്ള ആൾ, അർബൻ റൂറൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, സിറ്റി അതുപോലെ തന്നെ ഗ്രാമപ്രദേശം എന്നുള്ളതാണ്. സോ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് 75% റിസർവേഷനും ഉണ്ട്. സോ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇന്ത്യക്കാരനാവണം. അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള കുട്ടി ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് നവോദയ എൻട്രൻസ് എക്സാം എഴുതാനുള്ള അടുത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണ് ഈ എൻട്രൻസ് എക്സാം ഡിസംബറിൽ വരുന്ന സമയത്ത് എഴുതാൻ സാധിക്കുക. സോ ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ബേസിക്കലി ആദ്യം വരാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, മാറ്റ് എന്ന് പറയും. 40 ക്വസ്റ്റ്യൻസ് ആണ് ഈ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങളുടെ എക്സാമിനേഷന് വരാൻ പോകുന്നത്. സോ എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന മാറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് മാറ്റിൽ അടങ്ങുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാറ്റ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. ഡോണ്ട് വെറി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അരിത്തമെറ്റിക് ടെസ്റ്റ് AT ആണ്. ഓക്കെ, ഈ AT എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് തന്നെയാണ്. നമ്മൾ 5ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മാത്തമാറ്റിക്സ് തന്നെയാണ് നിങ്ങൾക്ക് AT ആയിട്ട്, അരിത്തമെറ്റിക് ടെസ്റ്റ് ആയിട്ട് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരാൻ പോകുന്നത്. സോ മാറ്റിൽ 40 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ATയിൽ 20 ക്വസ്റ്റ്യൻസുമാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും, LT എന്ന് പറയും നമ്മൾ, ലാംഗ്വേജ് ടെസ്റ്റ്. ഈ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഹിന്ദിയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ദോ ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കേരളത്തിലുള്ള കുട്ടികൾക്ക് വരുന്നത് മലയാളം ഓർ ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ മലയാളം അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എന്നുള്ള നിലക്ക് എടുക്കാം. ഓക്കെ, ഇത് വരുന്നത് ഒരു പാരഗ്രാഫ് വരും. ആ പാരഗ്രാഫ് റിലേറ്റ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ്, അടുത്ത പാരഗ്രാഫ് വരും, അടുത്ത 5 ക്വസ്റ്റ്യൻസ്. ഇതുപോലെയാണ് നിങ്ങൾക്ക് എന്താക്കാൻ പോകുന്നത്, ഈ പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു 3 സെഷൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഇതിൽ മാറ്റ് അതുപോലെ തന്നെ അരിത്തമെറ്റിക് ടെക്സ്റ്റ് രണ്ടും മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന് നല്ല ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ്,
എന്താണ് നവോദയ സ്കൂൾസിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള CBSE എഡ്യൂക്കേഷൻ നമുക്ക് എന്താക്കും, പ്രൊവൈഡ് ചെയ്യും. നവോദയ സ്കൂൾസിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ NCF അതുപോലെ തന്നെ NEP 2020 പോലത്തെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയും പുതിയ ഫ്രെയിംവർക്കും ഒക്കെ അക്കോർഡിംഗ് ആ ഒരു സാധനവുമായിട്ടൊക്കെ അലൈൻഡ് ആയിട്ട് ടീച്ചേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും ഒക്കെയുള്ള ടീച്ചേഴ്സിനെ ഒക്കെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് CBSE എഡ്യൂക്കേഷൻ എങ്ങനെയാണോ ഒരു CBSE സ്കൂൾസിൽ അവർ പറയുന്നത് അതേ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ലഭിക്കും. മാത്രമല്ല രണ്ടാമത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലും കൂടി നിങ്ങൾക്ക് അവിടെ എന്താണ് അവൈലബിൾ ആണ്. മാത്രമല്ല ഫ്രീ ഫുഡ് ആൻഡ് യൂണിഫോം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും അതുപോലെ തന്നെ യൂണിഫോം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർ നൽകുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ടൈം തന്നെയുണ്ട്. 4 to 6 അങ്ങനെ എന്തോ ഒരു ടൈമാണ്, ഈവനിങ് ടൈമാണ്. ഈ ഈവനിങ് ടൈമിൽ അവർ കൃത്യമായിട്ട് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അവർക്ക് എക്സ്ട്രാ കോച്ചിങ്ങുകളും അതുപോലെ തന്നെ കളിക്കാനുള്ള സമയങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നവോദയ സ്കൂൾസ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ്, വൈ എ പാരന്റ് ഷുഡ് ചൂസ് JNV. എന്തിന് ജവഹർ നവോദയ വിദ്യാലയം തിരഞ്ഞെടുക്കണം എന്ന് ചോദിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് 100% ഫ്രീ ആയിട്ട് CBSE സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല വളരെ സേഫ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ കുട്ടിക്ക് ഓൾ നാഷണൽ ലെവൽ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ടാകുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ നവോദയ വിദ്യാലയങ്ങൾക്കിടയിൽ നടക്കുന്ന പല മത്സരങ്ങളിലും നിങ്ങളുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഇതുവഴി ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എൻട്രൻസ് എക്സാമുകൾ അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് JEE മെയിൻസ് പോലത്തെ JEE അഡ്വാൻസ് പോലത്തെ നമ്മുടെ NIT പോലത്തെ IIT പോലത്തെ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന JEE മെയിൻസും JEE അഡ്വാൻസും അതുപോലെ തന്നെ UPSC കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അതായത് IPS IAS IFS പോലത്തെ ഹൈ ലെവൽ എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ നമ്മളെ മക്കളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് നവോദയ വിദ്യാലയങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. നമ്മുടെ കുട്ടികൾക്ക് പുസ്തകത്തിലുള്ളത് മാത്രമല്ല അതിൻ്റെ പുറത്തേക്കുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്ട്രാ സ്കിൽസും കാര്യങ്ങളും അവരുടെ ഉള്ളിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ പറയുന്ന നവോദയ സ്കൂൾസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും സിലബസ് അതുപോലെ തന്നെ എന്നായിരിക്കും എക്സാം വരുന്നത്, എങ്ങനെയായിരിക്കും എക്സാംസ് ഉണ്ടാവുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട് കോണ്ടന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. സോ ഇറ്റ്സ് മി സെലിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.